നല്ല പരിചയമുള്ള കാര്യം. അറിയാതെ പറ്റിപ്പോയതാ. കണ്ണിക്കെട്ടടുത്ത് വായി നോക്കി നിൽക്കുന്നത് മനസ്സിലാവില്ലല്ലേ? മിടുക്കലാണെന്ന് പറഞ്ഞപ്പോ അഹങ്കാരം തലക്കേറി ഇറങ്ങി. ഇത്ര അടി കൊണ്ടിട്ടും നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്? തല്ല എനിക്കൊരു പുത്തരിയല്ല, ബാപ്പയുടെ കയ്യിൽ നിന്ന് ഇതിന് പെരുത്ത് ഞാൻ കൊണ്ടിരിക്കണ്. പക്ഷെ എത്ര ഷൂട്ടിങ് എടുത്തിട്ട് ആ ചേരത്തല ഹീറോയ്ക്ക് ആ ലക്ഷ്മിയോട് ലൗസ് പറയാൻ പറ്റില്ലെന്ന് ആലോചിക്കുമ്പോ ചിരി സഹിക്കാൻ പറ്റണില്ലടാ. പാവം പാവം. അയാളുടെ വിഷമം അയാൾക്കറിയാം. നമുക്ക് ചിരിച്ചാ മതി. പിന്നെ സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഇത്ര ആൾക്കാരും ലൈറ്റിന്റെയും ബഹളത്തിന്റെ ഒക്കെ ഇടയ്ക്ക് വെച്ച് ഇതൊക്കെ പറയണ്ടേടാ. ആൾക്കാരെ നോക്കിന്ന ഡയലോഗ് പറയാൻ എന്താ കുഴപ്പം? നിനക്ക് പറയാൻ പറ്റുമോ? പിന്നെന്താ പറ്റാണ്ട്? ഡയലോഗ് മാത്രല്ല, പാട്ട്, ഡാൻസ്, മിമിക്രി, മോണാക്ട് ഒക്കെ എന്റെ കൂടെ പുറപ്പാ. നേരായിട്ടും ആന്ന്. ഇതിനേക്കാളും പെരുത്ത ആൾക്കാരുടെ മുമ്പിൽ വെച്ച് മണി പോലെ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങ് സ്കൂൾ കലോത്സവത്തില്. ചന്ദൂരെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഇരുമ്പാട് തട്ടി മുളയാളി വെച്ച് പൊൻകാരം കൊണ്ട് ചുരക വിളക്കാൻ കൊല്ലന്റെ 16 പൊൻപണം കൊടുത്തവൻ ചന്തു. മാറ്റ ചുരുക്ക എവിടെ ചോദിച്ചപ്പോ അറിയില്ലെന്ന് കള്ളം പറഞ്ഞവൻ ചന്തു. മടങ്ങി പൊക്കളെ. സൂപ്പർ ആയിട്ടുണ്ടടാ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളി. ഇത്രയും കഴിവുണ്ടായിട്ടും എന്തിനാണ് ഈ പണിക്ക് വന്നേ? ഇതൊക്കെ കൂടെ നടക്കണമെങ്കിലേ വീട്ടിൽ നല്ല പൈസ ഉണ്ടാവണം. പാപ്പ മയ്യത്തായതോടെ എല്ലാം ഞാൻ നിർത്തി. ഉമ്മയെ 2 പെങ്ങന്മാരുണ്ട്. മൂത്ത പെങ്ങള് ഇടപെടക്കം നിർത്തി വീട്ടിലൊന്നിരിപ്പാണ്. ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പാട്ടും കൂത്തുമായിട്ടൊക്കെ നടന്ന പള്ളേന്റെ വിശപ്പ് മാറണമെങ്കിൽ നിനക്ക് സിനിമയിൽ കയറാൻ നോക്കിക്കൂടെ? നമ്മളേറെ സിനിമയിലെടുക്കാനാണ്. ഞാനെന്താ സൂപ്പർ സ്റ്റാറിന്റെ മോനാ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന്റെ മോനാ? പെരുങ്ങനെ ഷൂട്ടിങ് കാണാൻ നിന്നിട്ട് തന്നെ ആടുന്ന് പെരട്ടി ഓടിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ആളെ കയറുക? അതൊക്കെ വിചാരിച്ചാ നടക്കൂടാ. വെറുതെ പൂതി ഏറ്റട്ടെ എങ്ങായി ഇങ്ങനെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഒരാളൊന്ന് കച്ചറുണ്ടാക്കണ്ടേ? കച്ചറയോ? ആര്? നീ രാവിലെ 8 മണിയാകുമ്പോ അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയല്ലോ. അയ്യോ ചേട്ടാ, ചേച്ചി തല്ലല്ലേ ചേട്ടാ. എന്റെ മണിയുള്ള തല്ലെന്ന് പറയാൻ നീ ആരടാ? രമണി ചേച്ചി എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലെ. എനിക്കിവിടെ ജോലി വാങ്ങിച്ചു തന്ന ചേച്ചിയാ. നീ തരാ 100 രൂപ. തരാം. പൈസ 100 രൂപ. എടാ വാസു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പബ്ബിൽ വന്ന അഭ്യാസം കാണിക്കുന്നത്? സാറേ ഞാനൊന്നും മിണ്ടുന്നില്ല സാറേ. ഞാൻ വരത്തില്ല സാറേ. ഇല്ല സാർ, ഞാൻ ക്ഷമിക്കണം സാർ. ഇനി മേലെ ഞാനിവിടെ കയറത്തില്ല. പോട്ടെ സാർ. പോ. ഇതെനിക്ക് ആവശ്യം, അതുകൊണ്ടാ ആവശ്യമാ സാറേ. അതുകൊണ്ട് മാത്രമാ. അതെ, നീയല്ലേ പറഞ്ഞത് അവൻ വഴക്കിട്ട് പോയെന്ന്? ഷേ, ഇതിവിടെ ശരിയാവില്ല. ഞാനിവിടെ മാനേജരായിക്കിടത്തോളം ഈ പമ്പിന്റെ അന്തസ്സ് പോണ ഒരു കാര്യം ഞാൻ സമ്മതിക്കില്ല. എവിടുന്ന് കിട്ടിയിടേ നിനക്കവരെ? ഒരു ദിവസം ലാസ്റേട്ടന്റെ മകളുടെ ക്യാമറ നന്നാക്കാൻ കൊടുത്തിരുന്ന മേടിക്കാൻ ഞാനും സമീറും കൂടി ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയി. എന്താ ഒരു ഗ്ലാമർ. ഫ്ലാഷ് ശരിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഫിലിം ഇത് തന്നെ ഉണ്ട്. കൊള്ളാല്ലേ? ഫിലിം ലോഡ് ചെയ്യുന്ന ഈ ടൈപ്പൊക്കെ ഇപ്പൊ ഔട്ടായി. ചേട്ടാ, അപ്പൊ ഇതില് ബാക്കിയുള്ള ഫിലിമിന് നമുക്ക് ഫോട്ടോ എടുക്കോ? എടുക്കാം. ഇന്ന് നിന്റെ കുറച്ച് ഫോട്ടോ നമുക്ക് എടുത്താലോ? ഫിലിം ബാക്കിയുണ്ടല്ലോ. എന്നെടുക്കാവാ. എടാ നോക്കടാ, നമുക്ക് ഇതിലിരുന്നെടുക്കാം. നീ കയറിക്കോ. ഇതിലേതിലാ ഈ അക്കണ്ട്? നീ ഒരു കാര്യം ചെയ്യും, സ്ട്രേറ്റ് പിടിച്ചിട്ടെ ഈ ബട്ടൺ അമർത്തിയാ മതി. ഇതിലോ? നീ റെഡിയല്ലേ? റെഡി. ഞാൻ എടുക്കുക തന്നെ. എന്തിനെ ഫോട്ടോ എടുത്തേ? നിന്റെ ഫോട്ടോ എടുത്തെന്നോ? ആര്? എടാ, ഇവിടെ പോയിക്ക് അവിടെ നിന്ന് കയറി വന്നത് പുലിവാല്.
ഇനി ഇവിടെ എന്നാ തള്ളയോട് പോയി പറഞ്ഞ കഴുത്തിനൂറ്റ് നാവായിട്ട് അവരിങ്ങ് വരും. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു പറഞ്ഞു. ഓക്ക് പ്രാന്താടാ. നീ വാ, നമുക്ക് മ്യൂസിയത്തിൽ പോവാം. ആടെ പെരുത്ത് കാറിലും ബൈക്കുണ്ടാവും. നമുക്ക് അവിടെ പോയി എടുക്കാടാ. ശരി വാ. എന്താ ജമീലെ, ഈ രമണിയെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. ഞാനും വിളിച്ചിരുന്നു, ഒരു വിവരമില്ല. എന്താ ശരണേ? ഞങ്ങൾ തമ്മിൽ അത്ര രസത്തിലൊന്നും അല്ല. അതേതായാലും നന്നായി. ഇനി വല്ല ഷവർമയും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടോ എന്തോ? ബാക്കിയുള്ള ഫിലിമിന് നമ്മൾ ഫോട്ടോ എടുത്തെന്നെങ്ങാൻ ലാസറേട്ടനെ അറിഞ്ഞ എന്നാ പണി പോയതന്നെ ചങ്ങായി. അത് ശരിയാ. എടാ പോയിട്ട് നേരെ എത്രയായി? ഇവന്റെ കൂടെ കൂടി നീ വായത്തോടെ തുടങ്ങിയോ? ക്യാമറ കിട്ടിയോടാ ഈ പറയും. ഇവിടെ അധികം നാളെ നിൽക്കേണ്ടി വരൂല. ഇതിന്റെ ഫ്ലാഷ് ഒക്കെ വർക്ക് ചെയ്യുവോ? വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പന്നാക്ക മാറ്റിയിട്ട് വല്ല ഡിജിറ്റൽ എടുക്കാൻ പറഞ്ഞവര്. പന്നാക്കോ ഒണടുത്ത്. ഇതെന്താ മുതല് മാർപ്പാപ്പയുടെ വരെ ഫോട്ടോ എടുത്തിട്ടുള്ള തറവാടിയാ. ഇതിൽ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് പ്രിന്റ് എടുത്ത് നാളെ തരാന്ന് പറഞ്ഞു. നാളെ ഹർത്താലാണെന്നാണല്ലോ പറഞ്ഞത്. എന്താടാ കിളിക്കണേ? എടാ ഈ രമണിയെ കുറിച്ച് വല്ല വിവരമുണ്ടോ? വരുന്നില്ലെങ്കിൽ വരുന്നില്ല എന്ന് പറയണം. വേറെ ആളെ വെക്കാമല്ലോ. ആ ചെല്ലു പോ. രക്ഷപ്പെട്ടു. ദേവിയക്ക, ഈ രമണി ചേച്ചിയുടെ വീട് എവിടെയാ? നമ്മുടെ വലിയതുറ കടപ്പുറം ഇല്ലേ, അതിനടുത്താ. അവിടെ ചെന്ന് കഞ്ചാവ് വാസുവിന്റെ വീട് ചോദിച്ചാ മതി. എത്രയാ? 100 രൂപയ്ക്ക്. ചേച്ചി, രമണി ചേച്ചി. വീടെങ്ങനെ കണ്ടുപിടിച്ചു? ഈ കഞ്ചാവോസിന്റെ വീട് വെച്ചപ്പോ ചേച്ചി എന്തിനാ കരയുന്നേ? വാസുവേട്ടൻ പോയി. 5-6 ദിവസം ആശുപത്രി കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട്. ചീത്ത പറഞ്ഞിട്ടായാലും തല്ലുകൂടിയിട്ടായാലും ഉണ്ടായിരുന്ന പൊരുത്തനെ പേടിക്കാണ്ട് എനിക്ക് ഈ കൂരയിൽ അന്തി ഉറങ്ങായിരുന്നു. പക്ഷെ ഇപ്പോ ചാവടിയന്തരം തീരുന്നതിന് മുമ്പ് ഓരോരുത്തന്മാർ വന്ന് തട്ടി തുടങ്ങി ഈ ചെറ്റവാതില്.